ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ആൻസർ എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം രണ്ട് മൂന്ന് പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് നോൺ ആസ് തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഓൾസോ നോൺ ആസ് നെല്ലിക്കാമ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. വർഷം ചോദിച്ചാൽ 1950 ആണ്. 1950 ആണ്. 1950. അതുപോലെ പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാറാണ്. വിച്ച് റിവർ ഫ്ലോയിങ് ത്രൂ തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആൻസർ എന്താണ്? പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ജില്ല ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഇടുക്കി ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഫസ്റ്റ് ടൈഗർ റിസർവ് ഓഫ് കേരള. ഫസ്റ്റ് ടൈഗർ റിസർവ് ഓഫ് കേരള. ആൻസർ എന്താണ്? പെരിയാർ ടൈഗർ റിസർവ്. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ് ആണ് എന്ത്? പെരിയാർ ടൈഗർ റിസർവ്. 10th ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ. ആൻസർ പെരിയാർ ടൈഗർ റിസർവ്. അതുപോലെ പറയുകയാണെങ്കിൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ആൻസർ മംഗളാദേവി ടെമ്പിൾ. മംഗളാദേവി ക്ഷേത്രമാണ്. ദ ടെമ്പിൾ which are located inside പെരിയാർ ടൈഗർ റിസർവ്. ആൻസർ എന്താണ്? മംഗളാദേവി ടെമ്പിൾ ആണ്. മംഗളാദേവി ടെമ്പിൾ ആണ്. മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ്? കണ്ണകി പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠ കണ്ണകിയാണ്. മേടമാസത്തിലെ ചിത്രാപൂർണിമ എന്നൊരു ദിവസമുണ്ട്. ആ ദിവസം മാത്രമേ മംഗളാദേവി ക്ഷേത്രത്തിലെ എന്തുള്ളൂ? നട തുറപ്പുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറപ്പുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് മംഗളാദേവി ക്ഷേത്രം. അതുപോലെ മംഗളാദേവി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ ചിത്രാപൂർണിമയ്ക്ക് എന്തുണ്ട്? ജനങ്ങൾ പൊങ്കാലകളൊക്കെ വന്ന് അർപ്പിക്കാറുണ്ട് കേട്ടോ. അതുപോലെ മംഗളാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രിയ ഫ്രണ്ട്സിനോട് പറയട്ടെ, ഈ മംഗളാദേവി ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടത് മാത്രമേ ഉള്ളൂ. യൂട്യൂബിലും യൂട്യൂബിലൂടെ കണ്ടും കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് മംഗളാദേവി ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല. എങ്കിലും മംഗളാദേവി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ എന്തുള്ളൂ? നട തുറപ്പുള്ളൂ. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയാണെങ്കിൽ കണ്ണകിയുമാണ്. കണ്ണകി പ്രതിഷ്ഠയാണ് പെരിയാർ കടുവാ സങ്കേതം. കണ്ണകി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ണകിയുടെ കഥയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കണ്ണകി എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ അവതാരമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പരാശക്തി സ്ത്രീയായി ജനിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്കാണ്. അപ്പം ഇനി നമ്മൾ പറയുന്നത് എന്താണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം
കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണിത്. പറമ്പിക്കുളം കടുവാ സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതമാണ്. അതുപോലെ പറമ്പിക്കുളം കടുവാ സങ്കേതം ഏതു ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സെക്കൻഡ് ടൈഗർ റിസർവ് ഓഫ് കേരള. ആൻസർ പറമ്പിക്കുളം ടൈഗർ റിസർവ്. അതുപോലെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ലൊക്കേറ്റഡ് അറ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. തമിഴ്നാട്ടിലൂടെ പ്രവേശിക്കുവാൻ കഴിയുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. പറമ്പിക്കുളം തമിഴ്നാട്ടിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അതുപോലെ പറയുകയാണെങ്കിൽ 2010 കേന്ദ്രമന്ത്രിയായിരുന്ന ജയറാം രമേശാണ് പറമ്പിക്കുളത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത് കേട്ടോ. പറമ്പിക്കുളം വാസ് ഡിക്ലെയർഡ് ആസ് ടൈഗർ റിസർവ് ബൈ യൂണിയൻ മിനിസ്റ്റർ ജയറാം രമേശ് ഓൺ 2010. 2010 കേന്ദ്രമന്ത്രിയായിരുന്ന ജയറാം രമേശ് എന്ത് ചെയ്തു? പറമ്പിക്കുളത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ പറമ്പിക്കുളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക്, ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് എന്നൊക്കെ പറയുന്ന കന്നിമരത്തേക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? പറമ്പിക്കുളത്താണ്. ലാർജസ്റ്റ് തേക്ക് ഓഫ് ഏഷ്യ, ഓൾഡസ്റ്റ് തേക്ക് ഓഫ് ഏഷ്യ. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? കന്നിമരത്തേക്ക് കേട്ടോ. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അതെവിടെയാണ്? കന്നിമരത്തേക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? പറമ്പിക്കുളം. കന്നിമരത്തേക്ക് ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ്. പറമ്പിക്കുളം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി അതിൻ്റെ വന്യജീവി സങ്കേതങ്ങളുടെയൊക്കെ ബാക്കിയുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കും കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. വളരെ സിമ്പിളായ വേർഡ്സാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡ്സുകൾ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ സിംപ്ലസ്റ്റായ വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ.